എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു മിനി ലഞ്ചിൻ്റെ ഒരു 2 റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. ഒന്ന് കോളിഫ്ലവറും ഇതിട്ട് കാണിച്ച അവറോന്ന് പൊങ്ങണിയിൽ പറയും, മലയാളത്തിൽ എന്തുട്ടാ ഇതിന് പറയാന്നുള്ളത് എനിക്കറിയില്ല. പോലെ ഒരു ചെറിയ സാധനം അവറോ ഇത് കൊച്ചിയിലൊക്കെ കിട്ടും. അത് ഇട്ടുള്ളൊരു വറുത്തരച്ച കറി, പിന്നെ അത് അമരപ്പയർ, നാടൻ അമരപ്പയർ, അതിൻ്റെ ഒരു തോരൻ. ഇത്രയ്ക്കുള്ള ഇന്നത്തെ പുതിയ തരമുള്ള അമരപ്പയറാണ് കേട്ടോ. സാധാരണ പരന്നിട്ട് ഒരു ഇതുള്ളതാണ്. ഇതിനിപ്പോൾ ഇതേപോലെ തന്നെ ഒരു നീല കളറിലുണ്ട്, ഇത് പച്ച കളർ. അതൊക്കെ ഒരു തോരൻ. ഇത് രണ്ടുമാണ് ഇന്നത്തെ ഞങ്ങളുടെ ഉച്ച വിഭവം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഫ്ലവറും ഇട്ട് വേവിക്കാൻ വെക്കുക, പിന്നെ അതും വേവിക്കാനിട്ട് വെക്കുക. വെള്ളമൊഴിച്ചു, അത് ഒന്ന് തിളച്ച് അതിൻ്റെ ഇതിൽ മഞ്ഞപ്പൊടി ഉപ്പ് പൊടിയിട്ടോ. ഈ വെള്ളം ഊറ്റി കളയണ്ട, ഇതിൻ്റെ ഈ പയറിൻ്റെ ഉപ്പ് പൊടി, മഞ്ഞപ്പൊടി, ഇത്തിരി കൂടി വെള്ളം ഇട്ട് ഇതിൽ നന്നാക്കിക്കേ വെള്ളം ഇടണം. ഇതിലേക്ക് വെള്ളം മതിയില്ല. ഇതൊരു 2 വിസിലടിച്ചിട്ട് ഇതിൻ്റെ വെള്ളം കളയാം കേട്ടോ. ചെറിയൊരു ചവർപ്പുണ്ടാവും എന്ന് പറയാം. 2 വിസിലടിക്കട്ടെ, എന്നിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞ് നമുക്ക് നന്നായിട്ടൊന്ന് വേവിക്കാം. അപ്പം ഞാൻ ഇതൊന്ന് നന്നാക്കട്ടെ. ഇനി ഞാൻ വലുതും ചെയ്യാനുണ്ടാ? ഇല്ല, അവിടെ ഇരുന്ന് അരിഞ്ഞോ ഒക്കെ വേവലും വിസിലടിക്കലും ഒക്കെ നടക്കട്ടെ. ഞാനിത് വെടുപ്പാക്കട്ടെ, വെടുപ്പാക്കി വരട്ടെ കേട്ടോ. അതാ അതിൻ്റെ വെള്ളം കളഞ്ഞു, ഊറ്റി. ഭയങ്കര കനപ്പുണ്ട് ഈ വെള്ളത്തിന്. ഇനി അതിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ചു, ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ. ഉപ്പിട്ടു. ഇനി ഇതൊരു 2-3 വിസിലും കൂടി അടിക്കട്ടെ, വേവാനുണ്ട്. അത് ഒരു 5 അടിക്കട്ടെ, 5 വിസിലടിക്കട്ടെ. നമ്മുടെ ഫ്ലവർ ഇവിടെ തിളച്ച് വരട്ടവൻ, തിളച്ച് വരണേ ഉള്ള. ഞാനിവിടെ ഇതായിരുന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതരിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെയും പണി വേഗം തീർക്കാം. അപ്പോൾ നമുക്ക് അമരപ്പയറുടെ തോരന് വേണ്ടിയിട്ട് ഉള്ള ഇടപാട് നോക്കാം. അപ്പോൾ പാത്രം വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, എണ്ണ ചൂടാവട്ടെ. എന്തൊക്കെ ഇടണ്ടേ? ആകെ കടുക്, ഉഴുന്ന് പരിപ്പ്, ഇത് ഓഫ് ചെയ്യട്ടെ. തേങ്ങാക്കൊത്ത് ഒന്ന് അടിച്ച് വന്നു കേട്ടോ, തോരനിടാൻ. ചൂടായി, അതിലേക്ക് കടുക് കുറച്ച്, കടുക് പൊട്ടി, ഉഴുന്നൊരു ഇത് 1 സ്പൂൺ, ചൊക്കാന്നാവണ്ടേ. ചൊക്കാന്നായി. ഇനി നമ്മുടെ തേങ്ങ ഇതൊന്ന് വഴറ്റിയെടുക്കട്ടെ. മുളക് പൊടിയൊക്കെ ഇടണം കേട്ടോ. പോരെ, മതി. തേങ്ങ അധികം കഴിക്കരുതെന്ന് പറഞ്ഞേക്കടാ നിങ്ങൾക്ക്. അങ്ങനെ ഒന്നും തിന്നാണ്ടിരിക്കാം. അപ്പം നമുക്ക് അതാ നല്ലത്. മഞ്ഞപ്പൊടി കുറച്ച്, മുളക് പൊടി കുറച്ച്, ഉപ്പ് ഇടാറായ ഉപ്പ് കുറച്ച്. ഇനി ഇളക്കോ, പച്ചപ്പൊക്കെ പോട്ടെ.
ഇത് എല്ലാം കൂടി വാടി വന്നു. നാളികേരം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇനി നമ്മുടെ അമരപ്പയർ. പിന്നെ ഒന്ന് താളിക്ക. തെളിക്ക. വെള്ളം കുറേ ഒഴിക്കരുത് കേട്ടോ. ഇനി അങ്ങടെ ചൂട് കുറച്ച് വയ്ക്കുക. മൂടി വെക്കുക. ഫ്ലവർ ഊറ്റട്ടെ കേട്ടോ. അപ്പം നമ്മുടെ ഓവറോ കോളിഫ്ലവർ ഇട്ടു. ഇനി നമുക്ക് ഇതിന് പുളിക്ക് വേണ്ടി തക്കാളി ഇടണം. അതായത് പുളിയാണ് ഏതെങ്കിലുമൊക്കെ ഇടേണ്ടത്. ഞങ്ങൾ എന്ത് ചെയ്യണേ, തക്കാളി ഇടണം. തക്കാളി നോക്കി അരിയിട്ടാ. വെള്ളം കുറച്ച് അരിഞ്ഞിടണം. എങ്ങനെ വേണമെങ്കിലോ നീളാ ചതുരന എങ്ങനെ വേണമെങ്കിലും ഇട്ടോ. എന്തായാലും വെന്തുടയും. ശരിക്കും കുടപ്പുളിയാ ഇരുമ്പുളിയൊക്കെ ഇടണം. പക്ഷെ അഞ്ജനിക്ക് പുളി കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അത് പറ്റില്ല. ഭാര്യ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ കഴിക്കും. പിള്ളേർക്കൊന്നും വേണ്ടാന്ന് പറയും. അമ്മ കഴിച്ചില്ലല്ലോ കണ്ടാ, ഇങ്ങനെയാണ് മക്കളും ഹസ്ബൻഡും ഒക്കെ. ഭാര്യ കഴിച്ചെങ്കിൽ അത് പേടി. എന്തെന്ന് വെച്ചാല് ഇതില് വിഷോ വല്ലതുണ്ടെങ്കിൽ ആദ്യം ഭാര്യ കഴിച്ചിട്ട് പിന്നെ കഴിക്കാന്ന്. ഇങ്ങനെയുണ്ട്. ഇനി നന്നായിട്ട് അങ്ങോട്ട് ഇളക്ക്. വെള്ളം വേണോന്ന് നോക്ക്. കണ്ടില്ലേ, ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ടട്ടെ ഞാൻ. എന്താ വെച്ചാൽ ഉപ്പ്, കോളിഫ്ലവറിൻ്റെ ഉപ്പൊക്കെ വെള്ളത്തിൽ പോയി. അപ്പോൾ ഒരു ഇത്തിരി ഉപ്പും കൂടി കിടക്കട്ടെ. ഇനി നന്നായി സ്പൂണിൽ കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇളക്കാൻ പറ്റില്ല. വേണ്ട, വെള്ളം വേണമെങ്കിൽ പറഞ്ഞോ. വെള്ളം വേണ്ടി വരും. വെള്ളം ഇല്ലേ ഇതിൽ ഇട്ട് അത് മൊത്തം ഒഴിച്ചോ. വെള്ളം മറ്റേതിന് ഞങ്ങൾക്ക് ഇന്ന് എടുക്കാം. ഇത് വേവട്ടെ കേട്ടോ. പറയുന്നേ. അപ്പം നമ്മുടെ അമരപ്പയറിൻ്റെ തോരൻ റെഡി ആയിട്ടാ. ഒരു ഐറ്റം ശരിയായി. അടുത്തത് വറുത്തരച്ച കറി. അതിലേക്ക് ഞാൻ അരച്ചത് ഇടാൻ പോവുകയാണ് കേട്ടോ. ഇത് മാറ്റി ഇതെല്ലാം എടുത്തോട്ടേനെ. വേണം വെള്ളം എടുക്ക്. കണ്ട, ഇത് എൻ്റെ നാത്തും തന്നതാട്ടാ. നിൽക്ക, ഇങ്ങനെ വെച്ച് ഇത് ഇങ്ങനെ ഇളക്കി കഴിയുമ്പോൾ കാണിക്കാം കേട്ടോ. ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോവേണ് കേട്ടോ നമ്മുടെ മസാല അരപ്പ്. ഇനി വെള്ളം വേണ്ട. ഇനി വെള്ളം വേണ്ട. അല്ലാണ്ട് തന്നെ വെള്ളം ചിലപ്പോൾ പോകും. ഇതിന് വേറെ ഒന്നും ഇല്ല. ഇത് വെറുതെ എന്തൊക്കെയാന്ന് പറയുന്നത് ഇതിലിട്ടേക്കണേ. അവര് വിചാരിക്കും മറ്റേ മസൂല് വന്ന്. ഇതില് കത്തൽ ബജില് ഇതാണ് കേട്ടോ. അതായത് വേറെ ഒന്നുമില്ല ഇതില്. ഇതിലാകെ നാളികേരക്കൊത്തുന്നല്ലേ പറയാ, നാളികേരക്കൊത്തും നമ്മുടെ ഉണക്കമുളകും മാത്രമേ ഉള്ളൂ കേട്ടോ. അത് വെച്ച് വറുത്ത് ഇതിനകത്ത് കണ്ട വെള്ളം പോലെയായി. അത് കുഴപ്പമില്ല. അതിപ്പോൾ തിളച്ചൊക്കെ ഇത് വരുമ്പോൾ അത് മാത്രമുള്ള ഗശ്യാണേ. വേണം. അപ്പൊ നമ്മുടെ വറുത്തരച്ച കറിയും കഴിഞ്ഞു. സുക്കേ അതായത് തോരനും കഴിഞ്ഞു കേട്ടോ. എല്ലാ ഇന്നത്തെ ചെറുമിനി ലഞ്ചിന്റെ വിഭവങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതുണ്ട് കൊത്തമര കൊണ്ടാട്ടം. കൊത്തമര കൊണ്ടാട്ടവും കഴിഞ്ഞു. ഇവിടെ വറുത്ത് വെച്ച താമസം ഇവിടെ ഇങ്ങനെ എടുത്ത് തിന്നും. ഇതാണ് ഇവിടുത്തെ ഇത്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ മക്കളെ. ഇതൊക്കെ ഉണക്കി എടുത്തു വെച്ചോളൂ, പിന്നീട് കഴിക്കാൻ നിങ്ങൾക്ക്. ഓക്കെ, ഇനി ഊണ് കഴിക്കുമ്പോൾ കാണാം കേട്ടോ. അപ്പം നമ്മുടെ ഇന്ന് മിനി ലഞ്ച് ഉച്ചക്കലത്തെ
അതെ. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു നിങ്ങൾ കഴിക്കാം. കോളിഫ്ലവറും ഓവറും ഇട്ടുള്ളൊരു വറുത്തരച്ച കറി, പിന്നെ അമരപ്പയറിൻ്റെ തോരൻ, പപ്പടം, കൊത്തമര കൊണ്ടാട്ടം. ഇത്ര ഉള്ളു കേട്ടോ. ലഘുവായ രീതിയിൽ ലഘുവായ ചാപ്പാട്. നല്ല ചൂട് അതെ. ഇപ്പം ആയേ ഉള്ളൂ. ഇത് കഴിക്കാൻ പറ്റില്ല. വാശിയാണോ? കഴിക്കാനൊരു വർഷം അടിപൊളിയായിരുന്നു കേട്ടോ. കഴിക്ക്. കൊത്തമരയും വെച്ചിട്ട്, കൊത്തമരല്ല അമരപ്പയർ. അമരപ്പയർ വെച്ചിട്ട് ചോറ്, കോളിഫ്ലവർ. നമുക്ക് അനങ്ങാൻ പറ്റില്ല. ഇതേ ചൂട് പണ്ട് കഴിച്ചത് കൊണ്ടാണ് ഇപ്പം ചൂട് കഴിക്കാൻ പറ്റാത്തത്. ഞാൻ കഴിക്കാൻ കേട്ടാ, എനിക്ക് വിശന്നിട്ട് വയ്യ. അതാണ്. പക്ഷേ ഇതിന് ഇങ്ങനെയുള്ള സാധനം തന്നെ ഇടണം. തക്കാളി ഇട്ടുകൊണ്ട് ഇത്തിരി പുളി കുറവുണ്ട് അല്ലേ? ടേസ്റ്റുകൾക്ക് ഒരേ സാധനം ഒരേ ഇതിട്ടാലേ ടേസ്റ്റ് വരും. ഇത് കഴിക്കാൻ പാടില്ലാത്ത സാധനം ഞങ്ങൾ ഇട്ടില്ലെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടും. അപ്പം ഇതിന് ശരിക്ക് കുടംപുളി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. തക്കാളി ഇട്ട കാരണമാണ് നമുക്ക് ഇതൊരു ഇത്തിരി വ്യത്യാസം വന്നേ. തക്കാളി ഇട്ടും ചെയ്യണ്ടേ, ജീവിക്കണ്ടേ, വേണ്ടേ? വേണം. നിങ്ങൾ കഴിച്ചോ? അതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. കൊത്തമരയുടെ കാണിച്ചിട്ടേ, കൊത്തമര ഉണക്കിയത്. എന്ത് ചെയ്യാം, ഇപ്പൊ ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇതൊക്കെ ചൂടാറിയിട്ട് പതുക്കെ ഇരുന്ന് കഴിക്കട്ടെ. അപ്പൊ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ. അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ സംഗമേശ്വരന്റെ ഉത്സവദിന ആശംസകൾ.